Hey guys, welcome back to Everything Coconut Pro. ഇന്ന് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് വാട്സപ്പ് മെസ്സേജസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുമെന്നാണ് കാണാൻ പോകുന്നത്. നമ്മൾ അറിയാണ്ട് കുറേ പേർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. I'm having sin if that's enough for you. Building up my courage via self-imposing subterfuge. I feel like a frame in which there sits a picture which resembles every fixture I can visit through it. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജ് ഏതാണെന്ന് നോക്കുക. ആ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ആ വോയിസ് മെസ്സേജ് 10:37 അയച്ചതാണ്. ഇപ്പോൾ 11:48 അതിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വാട്സപ്പ് അനുവദിക്കില്ല. എന്നാൽ നമ്മുടെ ഈ ചെറിയ ട്രിക്ക് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ്. ക്ലോസ് ബട്ടൺ അമർത്തണം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാട്സാപ്പ് ഒന്ന് കളഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് വൈഫൈ അഥവാ നിങ്ങളുടെ ഡാറ്റ കണക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഓഫാക്കുക. എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിരിക്കണം. എന്നിട്ട് ആപ്പ് ഡീറ്റെയിൽസിലോട്ട് പോവുക. ആപ്പ് ഡീറ്റെയിൽസിൽ വാട്സാപ്പ് ഫോർസ് സ്റ്റോപ്പ് അങ്ങോട്ട് ചെയ്തേക്കണം. ഫോർസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് കാണാവുന്നതാണ്. ആ ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെറ്റ് ടൈം എടുക്കുക. സെറ്റ് ടൈമിൽ നമ്മുടെ 11:49 അപ്പോൾ നമ്മൾ അയച്ചത് 10:37. അപ്പോൾ അതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല, അതിന് മുമ്പായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ 6:49 AM ആണ് സെറ്റ് ചെയ്തേക്കണം. ഇനി നമുക്ക് വാട്സാപ്പിലോട്ട് തിരിച്ചു പോകാം. ഇപ്പോഴും ഡാറ്റ കണക്ഷൻ ഓൺ ആക്കരുത്. നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ആ വോയിസ് മെസ്സേജ് ചാറ്റിലോട്ട് പോകാം. വോയിസ് മെസ്സേജ് ചാറ്റ് എടുത്തിട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ അമർത്തുക. ഡിലീറ്റ് ഫോർ എവരി വൺ വന്നിട്ടുണ്ട്. അതും അമർത്തുക. ഡിലീറ്റ് ഫോർ എവരി വൺ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഡിലീറ്റ് ഫോർ എവരി വൺ. അപ്പോൾ ആ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഓപ്ഷൻ അമർത്തിയ ശേഷം നിങ്ങളുടെ ആ അയച്ച വാട്സാപ്പ് മെസ്സേജ് ഡിലീറ്റ് ആയി പോകും. ഇപ്പോഴല്ല, ഇനി ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൺട്രോൾ സെൻറ്റർ പിന്നെയും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡാറ്റ കണക്ഷൻ തിരിച്ച് ഓൺലൈൻ ആക്കുക. എന്നാൽ മാത്രമാണ് ആ വ്യക്തിയുടെ ഫോണിലേക്ക് നമ്മുടെ ഈ ഡിലീറ്റായ ഇൻഫോർമേഷൻ തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ സിമ്പിളായിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പലർക്കും ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ആ ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.